സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു വി ഡി സതീശൻ. മന്ത്രിസഭാ രൂപീകരണത്തിലുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക് ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്നാണ് നിലവിലെ തീരുമാനം. അതേസമയം നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അടുത്ത വ്യാഴാഴ്ച നടക്കും. എൻ ശക്തൻ പ്രോട്ടം സ്പീക്കറാകും. തിങ്കളാഴ്ച ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം നിയമസഭ വിളിക്കാൻ ശുപാർശ ചെയ്യും. റിനു ശ്രീധർ തിരുവനന്തപുരത്ത്. റിനു, അങ്ങനെ വി ഡി കാലം വരുന്നു, അതിനു മുമ്പായുള്ള സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കുന്നു, തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തൊക്കെയാണ് ബാക്കി? ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ മന്ത്രിസഭയിൽ ആര് എന്നുള്ള ചർച്ചയായിരിക്കില്ലേ സജീവം? സുഹൈൽ, അമൃത, ഇന്ന് വൈകുന്നേരം 7:15 കൂടിയാണ് ലോക് ഭവനിലെത്തി ഗവർണറെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനും അതുപോലെ തന്നെ AICCയുടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും കണ്ടത്. രാവിലെ തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് സമയം തേടിയിരുന്നു. 7:30 സമയം അനുവദിച്ചു. തുടർന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാവിലെ തന്നെ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഉറപ്പിക്കുന്നു, തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വിപുലമായിട്ടുള്ള പരിപാടിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ആയിരിക്കുമെന്ന് നടക്കുക എന്നുള്ളതാണ് നിലവിൽ ഗവർണറെ അറിയിച്ചിട്ടുള്ളത്. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യത്തിൽ, അതായത് കോൺഗ്രസ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനം, അന്തിമ തീരുമാനമായിട്ടില്ല. അത് ഗവർണറെ അറിയിക്കാം എന്നുള്ളതാണ് നിലവിൽ ലോക്ഭവനെ അറിയിച്ചിട്ടുള്ളത് നിയുക്ത മുഖ്യമന്ത്രി. ഒപ്പം ഘടകകക്ഷികളുടെ മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും തിങ്കളാഴ്ച ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ഉണ്ടാകും. അതിനുശേഷം പ്രോടൈം സ്പീക്കറായി തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച, അതായത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് വിജയിച്ച ശക്തൻ പ്രോടൈം സ്പീക്കറായി എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർന്ന് നിയമസഭാ അംഗങ്ങൾ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ ദർശനത്തിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ ജഗതിയിലെ പുതുപ്പള്ളി വീട്ടിലേക്കും സന്ദർശനം നടത്തുന്നതിന് വേണ്ടി എത്തും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ട്. അവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 10ാം ദിനം, അതിനുശേഷം 11ാം ദിനം, ഈ 11ാം ദിനത്തിൽ UDF-ന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിൽ വ്യക്തത വന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ള പ്രഖ്യാപനം ദില്ലിയിൽ ഉയർന്നതോടുകൂടി, അല്ലെങ്കിൽ വന്നതോടുകൂടി വലിയ ആഘോഷമാണ് കേരളത്തിലുടനീളം നമ്മൾ കണ്ടത്. ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന തിങ്കളാഴ്ചയും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. കാരണം 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലേൽക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ആഘോഷ പരിപാടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്തായാലും നിലവിൽ ഇനി നാളെ UDF യോഗം ചേരുകയാണ്. UDF യോഗത്തിൽ കൃത്യമായി ഘടകകക്ഷിയായിട്ടുള്ള PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് വിഭാഗം, അതുപോലെ തന്നെ മുസ്ലിം ലീഗും അവരുടെ മന്ത്രിമാരെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ വന്നു. അത് തന്നെയാണ് റിനു അറിയേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് മന്ത്രിസഭയിലേക്ക് ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം ഇനി ആരൊക്കെ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നു, കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമോ ഘടകകക്ഷികൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ മുതൽ അതിനുള്ള നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ അതിനുള്ള ചർച്ചയിലേക്കായിരിക്കുമോ കടക്കുക? നാളെ വൈകുന്നേരം 4 മണിക്ക് കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ച് UDF-ന്റെ നേതൃയോഗം ചേരുന്നുണ്ട്. ഈ നേതൃയോഗത്തിലായിരിക്കും കൃത്യമായി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആരാകും മന്ത്രി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടായി. എന്തായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതോടുകൂടി RC ക്യാമ്പും അതുപോലെ തന്നെ KC ക്യാമ്പും വലിയ രീതിയിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഏതെങ്കിലും തരത്തിൽ സമവായത്തിലൂടെ അവരുടെ MLA-മാരെ കൂടുതലായി മന്ത്രിസഭയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടക്കും. അങ്ങനെയാണെങ്കിൽ തുടർന്ന് വീണ്ടും ഈ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ തർക്കങ്ങളൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് മന്ത്രിമാരെ തീരുമാനിക്കുമെന്നുള്ളതാണ്. കോൺഗ്രസിൽ കൃത്യമായിട്ടുള്ള സമവായം, ജാതി സമവാക്യങ്ങൾ അടക്കം നിശ്ചയിച്ചുകൊണ്ട് മന്ത്രിമാരെ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഘടകകക്ഷികളായിട്ടുള്ള ലീഗിന്റെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് വിഭാഗത്തിന്റെയും PJ ജോസഫ് വിഭാഗത്തിന്റെയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റ് ഘടകകക്ഷികളുടെയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം കോൺഗ്രസ് മന്ത്രിമാർ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. തീരുമാനം അറിയിക്കാം എന്നുള്ളതാണ് ഗവർണർക്ക് വി ഡി സതീശൻ ഉറപ്പ് നൽകിയിരിക്കുന്നത്, അറിയിപ്പായി നൽകിയിരിക്കുന്നത്. അമൃത, ഇന്നത്തെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ക്രോണോളജി എടുത്ത് പരിശോധിച്ചാൽ ആദ്യം വി ഡി സതീശന് മാധ്യമങ്ങളെ കാണുന്നു, പിന്നീട് ഇന്ദിരാഭവനിൽ എത്തുന്നു, അവിടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നു, പിന്നീട് AK ആന്റണിയെ കാണുന്നു, VM സുധീരനെ കാണുന്നു. ഇവരെല്ലാം ഹൈക്കമാൻഡ് വിളിച്ചപ്പോൾ തീരുമാനം എന്തെന്ന ആലോചന ഘട്ടത്തിലൊക്കെ ജനവികാരം മാനിക്കണമെന്ന് നേതൃത്വത്തെ ധരിപ്പിച്ചെന്ന് പുറത്തു പറഞ്ഞ നേതാക്കളാണ്. അതിന് പിന്നാലെ RC ഗ്രൂപ്പിലെ ചില MLA-മാർ വി ഡി സതീശനെ കാണുന്നു, പിന്നീട് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നു, നേതാവായി പ്രഖ്യാപിക്കുന്നു, പിന്നീട് ലോക് ഭവനിലേക്ക് എത്തുന്നു, സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഈ
ക്രൊണോളജി ഇന്ന് ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഏറ്റവും ശക്തമായ വാദഗതി അവകാശവാദം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു. അത് വി.ഡി. സതീശന് അനുകൂലമായി ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത് അറിയേണ്ടത് കോൺഗ്രസിലെ മന്ത്രിമാർ ആരൊക്കെയെന്നുള്ള കാര്യത്തിലാണ്. ഈ കാര്യത്തിൽ ചെറിയ ചില വിട്ടുവീഴ്ചകൾക്ക് വി.ഡി. സതീശൻ തയ്യാറാകുമല്ലോ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം മുഖ്യമന്ത്രി സ്ഥാനമാണ്. അത് ലഭിച്ച സ്ഥിതിക്ക് മറ്റ് കോംപ്രമൈസ് ഫോർമുല ബാക്കിയുള്ള രണ്ടുപേർക്ക് അവർക്ക് അനുയോജ്യമായ രീതിയിൽ ക്യാബിനറ്റുകൾ വീതം വെച്ച് നൽകുക എന്നുള്ളതായിരിക്കുമോ? അത്തരത്തിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ റിനു? തീർച്ചയായും സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുമോ, അത്തരമൊരു പദവി ഉണ്ടാകുമോ, ഒപ്പം ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് കൈമാറുമോ എന്നുള്ളതാണ്. KC അനുകൂല പക്ഷത്തുള്ള ഏതെല്ലാം MLA-മാർ മന്ത്രിസ്ഥാനത്തേക്ക് വരും, അത് എന്ത് സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി വിവരമായി പുറത്ത് വരേണ്ടത്. അത്തരത്തിലുള്ള ചർച്ചകൾ ഉടൻ തന്നെ ഉണ്ടാകും UDF-നകത്ത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നാളെ വൈകുന്നേരം UDF നേതൃയോഗം ചേരുന്നത്. ഈ UDF നേതൃയോഗത്തിൽ ഘടകകക്ഷികളോടക്കം കൃത്യമായി സംവദിച്ച് മന്ത്രിമാരെ തീരുമാനിക്കാൻ വേണ്ടിയാണ്. എന്തായാലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം KC അനുകൂല പക്ഷത്തിന് കൂടുതൽ മന്ത്രിസഭയിൽ അംഗങ്ങളെ നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുകൂല തീരുമാനത്തിലേക്ക് വി.ഡി. പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം ചെന്നിത്തല സ്വാഭാവികമായും ഇന്നത്തെ നിയമസഭാ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ വി.ഡിയെ അനുകൂലിച്ചുകൊണ്ട് കത്ത് നൽകുന്ന ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും ഒരു അമർഷം ഉണ്ട് RCയുടെ ഭാഗത്ത് നിന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അത്തരം ഒരു അമർഷം സമവായത്തിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ കൂടുതൽ പദവികൾ അദ്ദേഹത്തിന്റെ വിഭാഗത്തിലുള്ള MLA-മാർക്ക് നൽകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അത്തരം ഒരു സമവായത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകും വി.ഡി. എന്നുള്ളത് തന്നെയാണ് ചോദിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി എന്നുള്ള വലിയ പൊസിഷൻ, അതിനപ്പുറത്തേക്ക് വേണ്ടത് പോർട്ട്ഫോളിയോകളാണ്. ആഭ്യന്തരം ആ പോർട്ട്ഫോളിയോ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഏതെങ്കിലും തീർച്ചയായും ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ? നിലവിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. കാര്യം ഈ മൂന്ന് നേതാക്കൾ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വടംവലി നടത്തിയത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് വി.ഡി. സതീശന് നൽകുമോ എന്നുള്ളതാണ്. അത്തരം ഒരു സമവായത്തിലേക്ക് എത്തിയോ എന്നുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആഭ്യന്തര വകുപ്പ് വി.ഡി. സതീശന് ഉണ്ടായേക്കില്ല എന്നുള്ള സൂചനകളാണ് രാവിലെ മുതൽ പുറത്തു വന്നത്. അത് അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് കൈമാറാൻ വേണ്ടി അത്തരമൊരു സമവായത്തിലേക്ക് പോയോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വരേണ്ടത്. സ്വാഭാവികമായും കോൺഗ്രസ് ഭരണ സമയത്തൊക്കെ തന്നെ ആഭ്യന്തര വകുപ്പ് മറ്റൊരാൾക്കായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നില്ല ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഈ 13ാമതായി ചുമതലയേൽക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആഭ്യന്തര വകുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും നിലവിൽ ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടെങ്കിൽ അദ്ദേഹത്തിനായിരിക്കാം എന്നുള്ള വിവരങ്ങളൊക്കെയാണ് സൂചനകളായി രാവിലെ മുതൽ പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ മന്ത്രിസഭാ യോഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും UDF-ൽ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിലെ മന്ത്രിമാർ ആരൊക്കെ, 12 മന്ത്രിമാരും ഒരു സ്പീക്കറും, അങ്ങനെയാണ് സമവായത്തിലൂടെ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ 12 മന്ത്രിമാർ ആരായിരിക്കും, സ്പീക്കർ ആരായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സുഹൈൽ അമൃത, തൊട്ടുമുമ്പുള്ള UDF മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കെ ആഭ്യന്തര ഉമ്മൻചാണ്ടി ആയിരുന്നില്ല വഹിച്ചിരുന്നത്. അത്തരത്തിലൊരു പോർട്ട്ഫോളിയോ അറേഞ്ച്മെന്റിലേക്ക്, അത്തരത്തിലൊരു കോംപ്രമൈസിലേക്ക്, അത്തരത്തിലേക്ക് ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ നമ്മൾ ഉദ്യോഗത്തോടെ കാത്തിരിക്കുന്ന കാര്യം കൂടിയാണ് അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.